വിളിച്ച് പറഞ്ഞ് എല്ലാവരും ഇവിടെ എത്താൻ കാണിച്ച മനസ്സിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഈ ട്രെയിലറും പാട്ടും ടീസറും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയതുപോലെ ഇതൊരു ജിസ്ജോയ് ചിത്രമല്ല എന്ന് എഴുതി കാണിച്ച് ഈ സിനിമ തുടങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മഴപ്പാടും എന്ന് എഴുതി തുടങ്ങിയ ആളാണ് തീ തലവനായി എന്നിപ്പോ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജസ്റ്റിനെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു ചോയ്സ് ആണ്. ഞാൻ ജസ്റ്റിന്റെ കൂടെ ചെയ്ത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത 2 സിനിമകളായിരുന്നു. 3 സിനിമകളുണ്ട്. അതിലേറ്റവും സ്വീകാര്യത കിട്ടിയത് 2 സിനിമകളാണ്. തീർച്ചയായിട്ടും സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും. അപ്പൊ ആ 2 സിനിമ കഴിഞ്ഞപ്പോ മലയാള സിനിമയിലെ ഫീൽ ഗുഡ് സിനിമയുടെ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള ഒരു പദ്ധതി ജിസ്ജോയ്ക്ക് കിട്ടുകയും അത് കഴിഞ്ഞ സിനിമ ഞങ്ങളുടെ ഇന്നലെ വരെ എന്ന സിനിമയിലൂടെ അത് ബ്രേക്ക് ചെയ്യാൻ അദ്ദേഹം ട്രൈ ചെയ്തു. ഈ സിനിമയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും സിനിമയെ പറ്റി പറയാനില്ല. ഈ ട്രെയിലറും ടീസറും പാട്ടും ഒക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു മൂഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ഈ സിനിമ ഞാൻ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത്. മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടത്തിലാണുള്ളത്. രണ്ടു ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റ് ആയത് എന്ന് ചോദിച്ചപ്പോ വളരെ സന്തോഷത്തോടു കൂടി പറയാം, ഇറങ്ങിയ എല്ലാ സിനിമകളും മലയാള സിനിമകളും എല്ലാം തിയേറ്ററിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റ് ആയത്. ഇനി ഈ സിനിമയ്ക്ക് കുറച്ചുനാൾ ഓടാനുള്ള സ്ഥലവും സൗകര്യവും ഇവിടെ വേണം. അപ്പൊ അത് കിട്ടുമെന്നും അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോ ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയും. എത്ര വിപരീതമായ തലവൻ എന്ന നിലയിൽ ബിജേട്ടൻ സമ്മതിക്കുന്നത്? ബിജേട്ടൻ സമ്മതിക്കുമോ ഈ പറഞ്ഞത്? അതിൽ സംശയം ഉണ്ടായിരുന്നു ഇന്നിവിടെ വന്നത്. ഇത് വിളിച്ച് ചോദിക്കണം. ഓൾ ദി ബെസ്റ്റ് ആസിഫ്. പറഞ്ഞ പോലെ ഒരുപാട് നിറഞ്ഞോടാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിക്കട്ടെ. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ട്രെയിലറാണ്, ടീസറാണ്. ആകാംക്ഷയുടെ മുൾമുനയിലാണ് ഞങ്ങളും. താങ്ക് യു.